ആരാണ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത്? ആരു നീ ശീതള സ്പർശമേ? കിണാകൃതിക്കാട് വാഴും വീരശൂര സിംഹരാജരാജേഷ് നീണാൾ വാഴട്ടെ. ആരു നീ? ഞാൻ തോഴി മൃഗനയനിയാണ് പ്രഭു. ഓ, മൃഗനയനി, നീയോ? എന്നെ ഈ വിധത്തിൽ കാണാൻ നിനക്ക് ഗതി വന്നല്ലോ. പറയൂ, നീ എന്തിനു വന്നു? ഇതെന്ത് ചോദ്യം പ്രഭു? യോഗാസനം കഴിഞ്ഞാൽ അങ്ങ് പതിവായി ഒരു കുടം എള്ളെണ്ണ കുടിക്കാറുള്ളതല്ലേ? അങ്ങത് മറന്നു. അങ്ങേക്കു കുടിക്കാനുള്ള എള്ളെണ്ണയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ മൃഗനയനി, എന്റെ തോഴി, ഇന്ന് ഈ അവസ്ഥയിൽ ഞാനെങ്ങനെ എള്ളെണ്ണ കുടിക്കാനാണ്? ഇനി എന്തു ചെയ്യും പ്രഭു? എന്റെ പോലീസ് മന്ത്രി ഷിക്കാബോയും പട്ടാള മന്ത്രി കക്കാബോയും അത് തന്നെയാണ് തോഴിയെ ആലോചിക്കുന്നത്. ഒരു യോഗവിദ്യാ വിദഗ്ധന് മാത്രമേ എന്നെ ഈ ദുർഘട സ്ഥിതിവിശേഷത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരാളെ നാം എവിടെ നിന്ന് കണ്ടെത്തും എന്നൊരു പിടിയുമില്ല തോഴി, ഒരു പിടിയുമില്ല. പറയൂ തോഴി, പറയൂ. ഞാനിങ്ങോട്ട് വരുമ്പോൾ പുറത്തൊരു സന്യാസിയെ കണ്ടു. കണ്ടിട്ട് ഒരു യോഗ്യവര്യനെ പോലെയുണ്ട്. അദ്ദേഹത്തിന് അങ്ങയെ ഈ വിഷമവൃത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചോദിച്ചപ്പോൾ അങ്ങയെ മുഖം കാണിക്കാനായി വന്നതാണെന്ന് പറയുകയും ചെയ്തു. നല്ലത്, വളരെ നല്ലത് തോഴി. ഞാൻ ആ മുഖം കാണാനായി അങ്ങോട്ട് പോകണമോ? വേണ്ട, ഇങ്ങോട്ട് വിളിപ്പിക്കാം പ്രഭു. ഹേയ്, അത് ലാഭായില്ലോ. പ്രഭു, ഒരു നിമിഷം. അപരിചിതനായ ഒരു സന്യാസിയെ എന്ത് വിശ്വസിച്ച് അകത്തേക്ക് ക്ഷണിക്കും? അയാൾ ശത്രുരാജ്യത്തുനിന്ന് വന്ന ചാരനോ മറ്റോ ആയിക്കൂടുന്നില്ലെന്നുണ്ടോ? ഓ, മൂട് കളഞ്ഞു. പ്രഭു, അകലെയുള്ള മിത്രങ്ങളെക്കാൾ ഉപകാരി അടുത്തുള്ള ശത്രുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഷിക്കാബോ, വേഗമാവട്ടെ, ആ യോഗീവര്യനെ അകത്തേക്ക് ക്ഷണിക്കും. ശരി പ്രഭു. താങ്കളാണോ രാജാവിന് മുഖം കാണിക്കാനെത്തിയ സന്യാസി വര്യൻ? അതെ. താങ്കളുടെ പേരെന്താണ്? സ്വാമി മുജുകുന്ദാനന്ദ റോഷൻ. താങ്കൾ എവിടെ നിന്ന് വരുന്നു? കിടക്കാച്ചി മലയുടെ താഴ്വാരത്തുള്ള മാങ്ങാപട്ടണത്തിലാണ് എന്റെ വാസം. ആട്ടെ, താങ്കൾ എന്തിനിവിടെ വന്നു? രാജാവിനെ മുഖം കാണിക്കാൻ. അതല്ല, താങ്കൾ എന്തിനാണ് രാജാവിനെ മുഖം കാണിക്കുന്നത്? ബാക്കി മുഴുവൻ ഞാൻ മൂടി വെച്ചിരിക്കുകയാണല്ലോ. ശടാ, അതല്ല, താങ്കൾ എന്ത് കാര്യത്തിനാണ് രാജാവിനെ കാണുന്നത് എന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇന്ന് പുലർച്ചെ കിടക്കാച്ചി മലയിലെ മൊട്ടാബ്ലി ഗുഹയിൽ ധ്യാനത്തിനായി പോയിരുന്നു. ധ്യാനനിരതനായിരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ആരോ വന്നലറി. രാജാവിനെന്തോ ആപത്ത് വന്നിരിക്കുന്നു എന്നായിരുന്നു അത്. പുലർച്ചെ കേൾക്കുന്ന അലർച്ച സൂക്ഷിക്കണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അങ്ങ് പറഞ്ഞത് സത്യമാണ്. രാജാവ് ഇപ്പോൾ വലിയൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അത് മുൻകൂട്ടി അറിഞ്ഞ താങ്കൾക്ക് തന്നെ രാജാവിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ദയവായി എന്നെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലും. ശരി, എന്റെ കൂടെ വരൂ. പ്രഭു, ഇതാണ് ആ സന്യാസി. പേര് മുജുകുന്ദാനന്ദ റോഷൻ. ഓഹോ, അപ്പോൾ ഇതാണ് രാജാവ് അകപ്പെട്ടിരിക്കുന്ന കുടുക്ക് അല്ലേ? സ്വാമി, അങ്ങനെ ഈ രൂപത്തിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലാവും. അതെങ്ങനെ? ഇപ്പോഴെങ്ങാനും അയൽ രാജ്യം നമ്മുടെ യുദ്ധത്തിന് വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താവും? സ്വാമിജി, അങ്ങനെ ചിരിച്ചു പരിഹസിക്കുകയാണോ? ഒരിക്കലുമല്ല മഹാരാജൻ. എങ്കിൽ ദയവായി എന്നെ രക്ഷിച്ചാലും. ഇത് യോഗ പിഴച്ചതാണ്. അനീതി പ്രവർത്തിക്കുമ്പോഴാണ് യോഗ പിഴയ്ക്കുന്നത്. അനീതി പ്രവർത്തിച്ചെന്നോ? ഞാനോ? എന്നെപ്പോലെ പ്രജാക്ഷേമ തൽപരനായ മറ്റൊരു രാജാവിന് എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ ഞാൻ അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക്
അനീതി പ്രവർത്തിക്കുമ്പോൾ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടമാകും. ഏകാഗ്രതയില്ലാത്ത മനസ്സിന്റെ ഉടമ യോഗ ചെയ്യുമ്പോൾ ശരീരം ഇങ്ങനെ ന്യൂഡിൽസ് പോലെയാകും. ഞാൻ എന്ത് അനീതി കാട്ടിയെന്നാണ് അങ്ങ് പറയുന്നത്? അങ്ങ് നിരപരാധികളായ ആരെയോ അന്യായമായി തടങ്കലിൽ ഇട്ടിരിക്കുന്നതായി എൻ്റെ ദിവ്യദൃഷ്ടിയിൽ തെളിയുന്നു. സ്വാമി, അങ്ങ് എന്തിനീ ന്യൂഡിൽസിൽ മസാല പുരട്ടുന്നു? അങ്ങ് പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മച്ചിയാണ് ഞാൻ പറയുന്നത് പരമാർത്ഥം. പ്രഭു, എനിക്ക് തോന്നുന്നു സ്വാമി പറയുന്നത് ആ ടൈഗറിനെയും ഡീമുവിനെയും പറ്റിയാണെന്ന്. ആണോ സ്വാമി? അങ്ങ് പറയുന്നത് ആ ടൈഗറിന്റെയും ഡീമുവിന്റെയും കാര്യമാണോ? അത് ഞാൻ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താണ്. അങ്ങനെ ഈ കുരുക്കിൽ നിന്ന് അഴിച്ചാൽ ഉടനെ ഞാൻ അവരെ തുറന്നുവിടാം, ഉറപ്പ്. താങ്കൾ അവർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നല്ലോ, ടൈഗറിനെ കൊട്ടാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനാക്കാമെന്ന്. അതെ, ഒരാഴ്ചക്കുള്ളിൽ ജയിൽ ചാടിയാൽ ടൈഗറിന് കൊട്ടാരം ഇന്റലിജൻസിന്റെ തലവനാക്കും എന്നാണ് എന്റെ വാദം. എങ്കിൽ ടൈഗറിനെ അങ്ങ് തുറന്നുവിട്ട് കൊട്ടാരം ഇന്റലിജൻസിന്റെ തലവനാക്കൂ. ടൈഗർ ഒരാഴ്ചക്കുള്ളിൽ ജയിൽ ചാടിയാൽ മാത്രമേ എനിക്ക് വാക്കുപാലിക്കേണ്ടതായുള്ളൂ. അല്ലാത്ത പക്ഷം വാക്കുപാലിക്കേണ്ടതില്ല. അത് പറ്റില്ല. ടൈഗറിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയാൽ മാത്രമേ അങ്ങയെ ഞാൻ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയുള്ളൂ. സ്വാമിജി. ശരി സ്വാമി, അങ്ങനെ അഴിച്ചെടുത്താൽ ഉടനെ തന്നെ ടൈഗറിനെ കൊട്ടാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായി അവരോധിക്കുന്നതായിരിക്കും, ഉറപ്പ്. എവിടെ നിന്നാണ് എള്ളെണ്ണയുടെ ഗന്ധം വരുന്നത്? അത് ഈ വൃത്തിയുടെ കയ്യിലെ കുടത്തിൽ നിന്നാണ് സ്വാമി. രാജാവിന് കുടിക്കാനായി കൊണ്ടുവന്നതാണ്. നല്ലത്. ആ കുടം എൻ്റെ കയ്യിൽ തരൂ. സ്വാമി, അങ്ങന്റെ ജീവൻ രക്ഷിച്ചു. ഇനി അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിയാലും. ശരി സ്വാമി. ഉടൻ ടൈഗറിനെയും ഡീമുവിനെയും എന്റെ മുമ്പിൽ ഹാജരാക്കൂ. ഒരാഴ്ചക്കുള്ളിൽ ജയിൽ ചാടിയാൽ മാത്രമേ എനിക്ക് ടൈഗറിനോടുള്ള വാക്ക് പാലിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ എന്റെ ജീവൻ രക്ഷിച്ച സ്വാമിയോടുള്ള വാക്കാണ് എനിക്കതിനേക്കാൾ വലുത്. വാക്ക് തെറ്റിക്കേണ്ടി വരുന്നത് അങ്ങയ്ക്ക് സങ്കടമുള്ള കാര്യമാണ്. അതെ, പക്ഷേ അത് സാരമില്ല. എങ്കിൽ അങ്ങൊരു വാക്കും തെറ്റിക്കേണ്ടതില്ല. കാരണം